ഹായ് നമസ്കാരം. ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെ SSLC കുട്ടികൾ എഴുതാൻ പോകുന്ന എക്സാം ബയോളജിയാണ്. അപ്പോൾ ഒരുവിധം കെമിസ്ട്രി എഴുതി കഴിഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ടുണ്ടാവും. അതുമാത്രമല്ല നമ്മുടെ നാളെ ലാസ്റ്റ് എക്സാമാണ്. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഹാപ്പിനെസ് മൂമെൻറ്റ്, നമ്മുടെ എൻഡിങ് ഡേ, അങ്ങനെയൊക്കെ ഒരുപാട് ന്യൂസ് കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ. അപ്പോൾ നിങ്ങളെന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും എക്സാമിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ബയോളജി എക്സാം എങ്ങനെയായിരിക്കും? ടഫായിരിക്കുമോ? നമ്മൾ ഫിസിക്സ് ചതിച്ചതുപോലെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും പറയാൻ കഴിയില്ല. എങ്കിലും നമുക്കൊന്ന് പ്രഡിക്റ്റ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. നമ്മളിതുവരെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ വന്നിട്ടുള്ളൊരു പാറ്റേണുകൾ അനുസരിച്ച് എങ്ങനെയാവും എന്ന് ഒന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് തരാൻ പറ്റും. അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായി പഠിക്കുക. പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, റിവിഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഓടിച്ചു വായിക്കലിൻ്റെയും ചാനലുകളിൽ ലൈവ് കാണുന്നതിൻ്റെയും തിരക്കിലായിരിക്കും എല്ലാവരും, അതെനിക്കറിയാം. അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ ഒന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഇൻഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് എന്തായാലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പോൾ അത് കണ്ട് നിങ്ങൾ ടെസ്റ്റ് നന്നായിട്ട് വായിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. ടെസ്റ്റിലെ ലേറ്റസ്റ്റ് നന്നായിട്ട് നോക്കുക. അതിൽ നിന്നാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് സാധാരണ വരാറുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ ലൈവൊക്കെ കാണുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ പഠിച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾ ലൈവ് കണ്ടുപോയി 5-6 മണിക്കൂറൊക്കെ കണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് നന്നായി തലവേദന എടുക്കാനും ഒക്കെ കാരണം ആ സമയം കൂടി നമ്മൾ ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് നമുക്കതൊരു നല്ല ബെനിഫിറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെല്ലാം ലൈവ് കാണണ്ടെന്ന് ഞാൻ പറയണില്ല, ലൈവ് കണ്ടോളൂ. അത് അതിൻ്റെ സമയദൈർഘ്യം ഒന്ന് സ്പീഡിലേക്ക് ഇട്ടിട്ട് നിങ്ങൾ കണ്ടു നോക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നല്ലത്. ഇപ്പോൾ എന്തായാലും പഠിച്ച വിഷയങ്ങളും നമ്മുടെ അതിൽ വരയ്ക്കാനുള്ള ചിത്രങ്ങളൊക്കെ അടയാളപ്പെടുത്താനുള്ളതെല്ലാം നോക്കി വയ്ക്കുക. ഇൻഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ടഫാണോ ഈസിയാണോ എന്നൊന്നും പറയാൻ ഞാൻ ആരുമില്ല. എന്ത് തന്നെ ആയാലും നമ്മുടെ കഴിഞ്ഞ എക്സാമുകളിൽ, ഓണം, ക്രിസ്മസ് എക്സാമുകളിൽ, മോഡൽ എക്സാമുകൾ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബയോളജി കുറച്ച് ടഫായിരുന്നു. കുറേ അധികം കുട്ടികൾക്ക് അതോടുകൂടി തന്നെ നിങ്ങൾ പോകണം. അല്ലെങ്കിൽ കെമിസ്ട്രി ഈസി ആയതുകൊണ്ട് ഇതും ബയോളജിയാണ്, എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു സബ്ജക്റ്റാണ്, നന്നായിട്ട് പഠിച്ച് വച്ചേക്കുന്നൊരു സബ്ജക്റ്റായിരിക്കും. ആ ഒരു കോൺഫിഡൻസ് അമിതമാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും നാളെ നന്നായി എക്സാം എഴുതാൻ ശ്രമിക്കുക, നന്നായി എഴുതുക. നിങ്ങളുടെ റിവ്യൂസ് നാളെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്. നാളെ കാണാം.